ഹലോ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മീസിൽസ് വൈറസിനെ കുറിച്ചിട്ടാണ്. മീസിൽസ് എന്ന് പറയുന്നത് മെയിൻലി ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. കുട്ടികളെയാണ് മെയിനായിട്ട് ഇത് ബാധിക്കുന്നത്. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വൈറസിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ്. മെയിൻലി വൈറസുകൾക്ക് പാരാമിക്സോ വൈറസുകളുടെ ഒരു മോർഫോളജിയാണ് ഉണ്ടായിരിക്കുന്നത്. സ്പെറിക്കൽ ആയിട്ടുള്ള ഷേപ്പായിരിക്കും. അതുപോലെ തന്നെ അത് പ്ലിയോമോർഫിക്കും ആയിരിക്കാം. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 120 to 250 നാനോമീറ്റർ ആയിരിക്കും. ഇവർക്ക് ഒരു ടൈറ്റ്ലി കോൾഡ് ആയിട്ടുള്ള ഹെലിക്കൽ ന്യൂക്ലിയോ ക്യാപ്സിഡുകൾ ഉണ്ടായിരിക്കും. അത് ലിപ്പോ പ്രോട്ടീൻ കൊണ്ടാണ് സറൗണ്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സർഫസിലായിട്ട് ഹെമി ഗ്ലൂട്ടിനിൻ സ്പൈക്കുകളെയും കാണാൻ പറ്റും. അതുപോലെ തന്നെ എഫ് പ്രോട്ടീനുകളും ഉണ്ടായിരിക്കും. ഈ എഫ് പ്രോട്ടീൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യണത്? മെയിൻലി സെൽ ഫ്യൂഷന് വേണ്ടിയിട്ടും ഹീമോലൈറ്റിക്കുകളുടെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് മെയിൻലി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പാരാമിക്സോ വൈറസുകളുടെ മോർഫോളജിയാണ് കാണിക്കുന്നത്. സ്പെറിക്കലും പ്ലിയോമോർഫിക്കുമായിരിക്കും. 120 to 250 നാനോമീറ്ററോളം അതിന് ഡയമീറ്റർ വരുന്നുണ്ട്. ടൈറ്റ്ലി കോയിൽഡ് ആയിട്ടുള്ള ഒരു ഹെലിക്കൽ ന്യൂക്ലിയോ ക്യാപ്സിഡ് ഉണ്ട്. അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് ലിപ്പോ പ്രോട്ടീൻ എൻവലപ്പ് ഉണ്ടായിരിക്കും. അതിൻ്റെ സർഫസിലായിട്ട് ഹേമാഗ്ലൂട്ടിനിൻ സ്പൈക്കുകൾ ഉണ്ടായിരിക്കും. അതുപോലെ എഫ് പ്രോട്ടീൻ ഉണ്ടായിരിക്കും. എഫ് പ്രോട്ടീൻ സെൽ ഫ്യൂഷനും ഹീമോലൈറ്റിക് ആക്ടിവിറ്റീസിനും ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾ അതിൻ്റെ പാത്തോജെനിസിസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മുടെ ഈ വൈറസ് കയറുന്നത്? മെയിൻലി കൺജൻറ്റേവ വഴിയും അതുപോലെ തന്നെ നമ്മൾ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് വെച്ചാൽ നമ്മൾ ശ്വസിക്കുന്ന റെസ്പിറേറ്ററി ട്രാക്റ്റിലൂടെയും നമ്മൾ കണ്ണിൻ്റെ കൺജൻറ്റേവയിലൂടെയൊക്കെയാണ് മെയിൻലി ഈ ഒരു വൈറസ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. എന്നിട്ട് ഇവർ ലിംഫ് നോഡിൽ എത്തിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ മൾട്ടിപ്ലൈ ചെയ്തത് നേരെ സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? റെറ്റിക്കുലോ എൻഡോത്തീലിയൽ ആയിട്ടുള്ള സിസ്റ്റത്തിലേക്കാണ് സ്പ്രെഡ് ചെയ്യുന്നത്. നമ്മുടെ ബ്ലഡിലൂടെയാണ് അവർ റെറ്റിക്കുലോ എൻഡോത്തീലിയൽ ആയിട്ടുള്ള സിസ്റ്റത്തിലേക്ക് സ്പ്രെഡ് ആവുന്നത്. മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം സെക്കൻഡറി വൈറോമിയ ഈ വൈറസിനെ എങ്ങോട്ടേക്കാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? നമ്മുടെ എപ്പിത്തീലിയൽ സർഫസ് ഇൻക്ലൂഡിങ് നമ്മുടെ സ്കിന്ന്, മൗത്ത്, റെസ്പിറേറ്ററി ട്രാക്ട്, കൺജൻറ്റേവ ഇങ്ങോട്ടേക്കൊക്കെയാണ് പിന്നീട് അതിനെ സ്പ്രെഡ് ചെയ്യുന്നത്. പാത്തഗ്നോമോട്ടിക് ആയുള്ള കോപ്ലിക് സ്പോട്സ് മെയിൻലി ഇവിടെ കാണുന്നൊരു കോപ്ലിക് സ്പോട്സ് നമ്മുടെ ബക്കൽ മ്യൂക്കോസേൻ്റെ അവിടെയുള്ള ചെറിയ സ്മോൾ ബ്ലൂയിഷ് വൈറ്റ് കളറിൽ അൾസറുകൾ ഫോം ചെയ്യും. അതാണ് മെയിൻലി നമ്മളിതിൽ ഒരു ആൾക്ക് മീസിൽസ് വൈറസ് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കാണുന്നതാണ് കോപ്ലിക് സ്പോട്ടുകൾ പ്രസൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലോവർ മോളാസിൻ്റെ താഴെയുള്ള മോളാസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചേഞ്ച് ആയിട്ടുള്ള സെല്ലുകളെ നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. ഡ്രോമൽ ഫേസ് എന്ന് വെച്ചാൽ നമ്മുടെ 2 to 4 ഡേയ്സ് നമ്മുടെ വൈറസ് കയറിയിട്ട് 2 to 4 ഡേയ്സ് കഴിഞ്ഞാൽ ആ സമയം നമുക്ക് നമ്മുടെ ബ്ലഡിൽ നിന്നും ടിയറിൽ നിന്നും റെസ്പിറേറ്ററി ട്രാക്റ്റുകളിൽ നിന്നും നമുക്ക് ഇതിനെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയണത്. ഇപ്പോൾ കാണുന്ന പിക്ചറിൽ നമുക്ക് കാണുന്നത് അതിൻ്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് പനി ആണ് ആദ്യം കാണിക്കുന്നത്. അതുപോലെ തന്നെ ഫോർഹെഡിൻ്റെ അവിടെ ഒരു റാഷസ് കാണുന്നുണ്ട്. അതുപോലെ നമ്മുടെ ബോഡിയിൽ നമ്മൾ പറഞ്ഞു കോപ്ലിക് സ്പോട്ടുകൾ നമ്മുടെ മൗത്തിലുണ്ടായിരിക്കും. ഒരു റെഡിഷ് കളേർഡ് ആയിട്ടുള്ള ഡോട്ട് പോലെ നമ്മുടെ മേത്ത് മൊത്തം ഉണ്ടാവും. ആദ്യം നമ്മുടെ തലയിൽ നെറ്റിയുടെ അവിടെയാണ് വരുന്നത്, ഫോർഹെഡിൻ്റെ അവിടെ. അത് പിന്നീട് നമ്മുടെ ബോഡിയിലേക്ക് സ്പ്രെഡ് ആവുകയാണ് ചെയ്യണത്. കണ്ണിൻ്റെ അവിടെ ചുവപ്പ് കളറായിട്ടും നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സിംറ്റംസ്. അതുപോലെ സോർ ത്രോട്ടും ഒരു ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. മെയിൻലി ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 9 to 11 ഡേയ്സ് ആണ്. എല്ലാ ഇൻക്യുബേഷൻ പീരീഡ് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ മീസിൽസിൻ്റെ 9 to 11 ഡേയ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല പനി ഉണ്ടായിരിക്കും. നമ്മുടെ കണ്ണിൻ്റെ കൺജൻറ്റേവയിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കും, മലേസ് ഉണ്ടായിരിക്കും, കഫ് ഉണ്ടായിരിക്കും, സോർ ത്രോട്ട് അതിലെ അതുപോലെ തന്നെ നമ്മുടെ റാഷസ് ഫോർഹെഡിൽ കാണാം. പിന്നെ നമ്മൾ പറഞ്ഞു കോപ്ലിക് സ്പോട്ടുകൾ കാണാം എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ആദ്യം നമ്മൾ റാഷസ് നമ്മുടെ ഫോർഹെഡിലാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് അത് സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത്. സ്പോട്ടുകൾ ഡിസപ്പിയർ ചെയ്യുമ്പോൾ ഒരു ബ്രൗണിഷ് ആയുള്ള ഡിസ്കളറേഷൻ ആണ് കാണിക്കുക ഫസ്റ്റ്. പിന്നീട് അത് മൊത്തത്തിൽ പോവുകയായിരിക്കും ചെയ്യാമെന്നാണ് പറയുന്നത്. മോസ്റ്റ്ലി പേഷ്യൻസ് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നും രക്ഷപ്പെടുന്നതായിരിക്കും. പക്ഷേ ചില സാഹചര്യങ്ങളിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. കാരണം ഡ്യൂ ടു വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ ഇൻഫെക്ഷൻ കാരണം കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം എന്നാണ് പറയണത്. മോസ്റ്റ് സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ആണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. മീസിൽസ് ഇൻഡ്യൂസ് ലേബർ ഇൻ സം പ്രഗ്നൻറ്റ് വുമൺ റിസൾട്ടിങ് ഇൻ സ്പോണ്ടേനിയസ് അബോർഷൻ ഓർ പ്രീമേച്യൂർ ഡെലിവറീസ്. അപ്പോൾ ഒന്നെങ്കിൽ പ്രീമേച്യൂർ ഡെലിവറിക്കും കാരണമാകാം, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള അബോർഷന് കാരണമാകാം. അതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇത് കോംപ്ലിക്കേഷൻസ് ഉണ്ടായതിനു ശേഷമുള്ള സംഭവങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി ബാക്ടീരിയ ഇൻഫെക്ഷനൊക്കെ വരുമ്പോഴാണ് കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത്. മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ആണ് അതിലൊരു മോസ്റ്റ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ.
നെക്സ്റ്റ് നമ്മൾ ലബോറട്ടറി ഡയഗ്നോസിസ് എങ്ങനെ നമുക്കത് ഡയഗ്നോസ് ചെയ്യാം എന്നതാണ് പറയാൻ പോകുന്നത്. സിമ്പിളായ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ റാഷസ് വരുന്നതിന് മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് ജിംസ സ്റ്റെയിൻ സ്മിയേഴ്സ് ഓഫ് നേസൽ സെക്രീഷൻ. അതിൽ നമുക്ക് ഡെമോൺസ്ട്രേഷൻ ഓഫ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ജെയിൻ സെല്ലുകളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും ഇൻ ജിംസ സ്റ്റെയിൻഡ് സ്മിയേഴ്സ് ഓഫ് നേസൽ സെക്രീഷൻ. അതാണ് ഫസ്റ്റ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ളൊരു ടെസ്റ്റ് റാഷസ് വരുന്നതിന് മുന്നേ. മീസിൽസ് വൈറസ് ആൻറ്റിജൻ ക്യാൻ ബി ഡിറ്റക്റ്റഡ് ഇൻ സെൽസ് ബൈ ഇമ്മ്യൂണോഫ്ലൂറസൻസ്. ഇമ്മ്യൂണോഫ്ലൂറസൻസ് വഴി നമുക്ക് ഈ മീസിൽസ് വൈറസസ് ആൻറ്റിജൻസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. മീസിൽസ് വൈറസ് ഗ്രോ വെൽ ഓൺ ഹ്യൂമൻ ഓർ മങ്കി കിഡ്നീസ്, ഹ്യൂമൻ അമ്നിയോൺ കൾച്ചേഴ്സ് ആൻഡ് യൂസ് ഫോർ പ്രൈമറി ഐസൊലേഷൻ. സൈറ്റോപാത്തിക് ചേഞ്ചസ് മേ ടേക്ക് അപ് ടു വീക്ക് ടു ഡെവലപ്പ്. അപ്പോൾ മെയിൻലി മീസിൽസ് വൈറസ് ഗ്രോ ചെയ്യുന്നത് ഹ്യൂമൻസിൻ്റെ അതേപോലെ മങ്കിയുടെ കിഡ്നി, ഹ്യൂമൻ അമ്നിയോൺ കൾച്ചർ ഇവിടെയൊക്കെയാണ് മെയിൻലി ഗ്രോ ചെയ്യണമെന്ന് പറഞ്ഞു. ആൻഡ് അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പ്രൈമറി ഐസൊലേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. നമ്മൾ അവരുടെ പ്രൊഫൈലാക്സിസ്, രോഗപ്രതിരോധം. മെയിൻലി നമുക്കറിയാം ഇത്തരത്തിലുള്ള വൈറൽ ഡിസീസസിന് നമ്മൾ വാക്സിനുകളാണ് യൂസ് ചെയ്യുന്നത്. എഡ്മോൺസൺ സാക്രബ് സ്റ്റെയിനുകൾ ഉണ്ടാവും മീസിൽസ് വൈറസിൻ്റെ. എഡ്മോൺസൺ സാക്രബ് സ്റ്റെയിനുകൾ അത് നേരെ ഹ്യൂമൻ ഡിപ്ലോയിഡ് സെല്ലിലേക്ക് നമ്മൾ പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് പിന്നീട് ക്ഷയിക്കുകയും വാക്സിനായിട്ട് മാറുകയുമാണ് ചെയ്യുന്നത്. ഈ വാക്സിനുകൾ നമുക്ക് മെയിൻലി കൊടുക്കുന്നത് മറ്റ് രാജ്യങ്ങളിൽ 9 മാസമുള്ളപ്പോഴും അഡ്വാൻസ്ഡ് നേഷനുകളിൽ 15 മാസമുള്ളപ്പോഴാണ് മെയിൻലി കൊടുക്കുന്നത്. നമുക്ക് ഒന്നെങ്കിൽ റുബെല്ല വാക്സിനായിട്ടോ മീസിൽസ് വൈറസായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ റുബെല്ല മീസിൽസ് കമ്പൈൻ ചെയ്ത് MMR വാക്സിനുകളായിട്ടും കൊടുക്കാം. ഒരു 20 വയസ്സ് വരെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും ഈ ഒരു വാക്സിൻ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് മീസിൽസ് വൈറസ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങളൊന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് വരാം. താങ്ക് യു.